ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബൈക്ക് റൈഡ് പോവുകയാണ്. എങ്ങോട്ടാണെന്നൊന്നും നമ്മൾ ആക്ച്വലി പോകുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാം, കാരണം നമുക്കൊരു ദിവസം ഓഫ് കിട്ടിയ സമയത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരുപാട് മുന്നേ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിൻ്റെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്കൊന്ന് ആക്ച്വലി വീഡിയോ ഇടാൻ സമയം കിട്ടിയത്. വീഡിയോ ഇടാനല്ല, വോയിസ് ഓവർ കൊടുക്കാൻ സമയം കിട്ടിയത്. തിരക്കാണോ വെച്ചാൽ തിരക്കാണ്, തിരക്കല്ലെന്ന് വെച്ചാൽ തിരക്കല്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റായെന്ന്. പക്ഷേ ഫൈനലി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ്. നമ്മൾ ഒരു 10 മണി സമയത്തൊക്കെയായിരുന്നു പോയതെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും രാവിലെയാണ് പോയത്. ഇത് ഇൻഫോ പാർക്കാണ് കേട്ടോ. ഇൻഫോ പാർക്ക് വഴിയാണ് നമ്മൾ പോകുന്നത്. ഇൻഫോ പാർക്കിന് നൈറ്റ് വ്യൂ ഞാനൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് മോർണിംഗ് വ്യൂ ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 10 മണി സമയമായി, കാരണം അവിടെ തിരക്കൊന്നും ഇല്ലല്ലോ. ഓൾറെഡി ഒരു 8-9 മണി സമയത്തൊക്കെ നല്ല ബ്ലോക്കാണ് ഇൻഫോ പാർക്ക് റോഡിൽ. ഒരു കാരണവശാലും ആ വഴി ഒന്നും പോകാനേ പറ്റത്തില്ല, അതുപോലെ ബ്ലോക്കാണ്. ഓൾറെഡി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. ഒരു ബൈക്കിൽ പോകുന്ന വേറൊരു എക്സ്പീരിയൻസ് ആണല്ലേ. എനിക്ക് KSRTCയിൽ പോകാൻ ഇഷ്ടമാണ് കേട്ടോ. ട്രിപ്പും കാര്യങ്ങളെല്ലാം KSRTCയിലാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈവറ്റ് ബസ് എനിക്ക് അത്ര ഇഷ്ടമില്ല. പണ്ട് എനിക്ക് KSRTC ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, കാരണം ഞങ്ങളുടെ നാട്ടിൽ KSRTC കുറവാണ്. അതായത് ഞങ്ങൾ ആ ഒരു റൂട്ടിലേക്ക് KSRTC ഇല്ല. ഞാൻ പഠിക്കാൻ വന്ന സമയത്താണ് ഞാൻ KSRTCയിൽ കയറുന്നത്. KSRTC ആ ഒരു വൈബ് കിട്ടുന്നത്. അതിനുശേഷം പിന്നെ KSRTCയിലാണ് എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു ലോങ് ഒക്കെ പോകാനാണെങ്കിൽ ഇഷ്ടം. ഞാനാണെങ്കിൽ KSRTCയുടെ ഫ്രണ്ടിൽ കയറി അങ്ങ് ഇരിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും KSRTC ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിക്കാൻ ചെന്ന സമയത്താണെങ്കിലും KSRTC ഉയരുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു. നിങ്ങൾ എത്ര പേർക്ക് KSRTC ഇഷ്ടമാണ്? നിങ്ങൾ KSRTCയിൽ യാത്രകൾ എങ്ങനെയും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണം. KSRTC കുറേ ഉല്ലാസ യാത്രകളൊക്കെ ഉണ്ടല്ലോ. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കംപ്ലീറ്റ് ഇവനായിരുന്നു ബൈക്ക് ഓടിച്ചത്. എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഇവനോടാണ് എങ്ങോട്ടെങ്കിലും പോകാറുണ്ടെങ്കിലൊക്കെ പോവാം. അപ്പം ഇവനാണ് ബൈക്ക് ഓടിച്ചത്. അപ്പോൾ എനിക്ക് അതൊരു വിഷമമായിരുന്നു, കാരണം ഈ ഒരു വെയിലത്ത് ആൾ തന്നെ വണ്ടി ഓടിക്കുമ്പം ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാകത്തില്ല. അവനത് പറയത്തൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കണമല്ലോ. എപ്പോഴെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാനപ്പോൾ നമ്മൾ ഓൾഡ് കാർസിൻ്റെ ഒക്കെ ഒരു ഷോറൂമുണ്ട്. കാറല്ല, ഓൾഡ് വെഹിക്കിൾസിൻ്റെ. ഇതേ കണ്ടല്ലേ, നമ്മുടെ മറ്റേ തുടരും സിനിമയ്ക്കകത്തുള്ള അംബാസഡർ, മോഹൻലാൽ ഓടിച്ച അംബാസഡർ. ആ അംബാസഡർ അല്ല ഇത്, അതുപോലെ ഒരു അംബാസഡർ. പിന്നെ ഒരു ചേതക്ക് ഉണ്ടായിരുന്നു. ചേതക്ക് എൻ്റെ കോളേജിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ചേതക്ക് ഒരു വയലറ്റ് കളറെങ്ങാണ്ട്. അതൊക്കെ നൈസായിരുന്നു. ഞങ്ങൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്ത് അവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളിതേ മൂവാറ്റുപുഴ എത്താറായി. അതിന് മുന്നേറ്റുള്ളൊരു കുളമൊക്കെ ഉണ്ട് അവിടെ. കുളമല്ല, ഒരു എന്താ പറയുക അതിന്, പുഴ. അത് പിന്നെ ചെറാന്ന് പറഞ്ഞവൻ. ചെറാന്ന് ഞങ്ങളുടെ നാട്ടിലും പറയും, പക്ഷേ എനിക്ക് പെട്ടെന്ന് ചെറാന്ന് കേട്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. എനിക്ക് ഓൾറെഡി എറണാകുളത്ത് ഈ ഒരു സിറ്റിയിൽ നിന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ആ ഒരു ഏരിയയിലേക്കൊക്കെ എനിക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം പോയത് അങ്ങോട്ടേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് വട്ടം പോയി കേട്ടോ, ഒരുപാട് വട്ടം പോയി. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പോയി വന്നതേ ഉള്ളൂ. ആ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പക്ക ഒരു ഗ്രാമീണ വൈബില്ലേ, ഒരു നാട്ടിൻപുറം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവിടെ അത്യാവശ്യം ഒരു സിറ്റിയാണ്. പക്ഷേ നല്ലൊരു വേറൊരു ക്ലൈമറ്റാണ് അവിടെ. അത് നൈസായിരുന്നു, നൈസ് വൈബാണ്. ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ നമുക്ക് പോയിരിക്കാൻ പറ്റും. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അവിടെയുണ്ട്, വെറുതെ പോയിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. പിന്നെ വാഴക്കുളത്തിൻ്റെ ആ ഒരു മൂവാറ്റുപുഴ പ്രത്യേകത എന്ന് വെച്ചാൽ പൈനാപ്പിൾ സിറ്റിയാണ്. അതായത് ഒരുപാട് പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തലങ്ങും വിലങ്ങും ഒക്കെ പൈനാപ്പിളാണ്. ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും എല്ലാ വീട്ടിലും പൈനാപ്പിൾ ഉണ്ടായിരുന്നു. ഇവർക്ക് വാഴക്കുളത്ത് അങ്ങനെ പൈനാപ്പിൾ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ സ്ഥലമൊക്കെ തന്നെ ഉണ്ട്. അതായത് ഇവിടെ നിന്നാണ് കൂടുതലും പൈനാപ്പിൾ എക്സ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ പോയത് ജസ്റ്റ് സൺഡേ ആയിരുന്നു. അവിടെ നമുക്ക് മാർക്കറ്റ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടായിരുന്നു ഒരുപാട് വലിയ ലോറിയിൽ, നമ്മൾ അരിച്ചാക്കൊക്കെ കൊണ്ടുവരുന്ന ലോറിയില്ലേ, അങ്ങനെയുള്ള ലോറിയിലൊക്കെ വലിയ പൈനാപ്പിളൊക്കെ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം.
ഇല്ലെങ്കിൽ കാണത്തില്ലായിരിക്കും. സോ ഇതൊരു ചെറിയാണ്, നേരത്തെ കണ്ടെന്ന് പറഞ്ഞില്ല. അതുപോലെ വേറെ ഇത് നേഴ്സറി ആയിരുന്നു, ചെറിയല്ല, ഒരു നേഴ്സറി ആയിരുന്നു. സൈഡിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ ഒരു സ്കൂളുണ്ട്, അതായത് നമ്മൾ കല്ലുകൊണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു സ്കൂളും അതിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. സോ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് പള്ളിയും അതിൻ്റെ സ്കൂളും. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവിടെ എന്താണ്ട് സ്പോർട്സ് എങ്ങാണ്ട് നടക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ ആ സ്കൂൾ കണ്ടോ? സ്കൂളിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ആ ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ട് ആ സ്കൂളിൻ്റെ ആ ഭിത്തിക്കൊക്കെ. കണ്ടില്ലേ? നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിയാണ് അവൻ കാണിച്ചു തന്നത് കേട്ടോ. കണ്ടോ, ആ ഒരു പാറയ്ക്ക് മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പാറയുടെ പേര് ഞാൻ മറന്നുപോയി, ചക്കിപ്പാറയോ അങ്ങനെ എന്തെയായിരുന്നു. സോ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ദൂരേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ആ ഒരു മലയും കാര്യങ്ങളൊക്കെ. എനിക്കിതെല്ലാം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഓൾറെഡി ഈ ഒരു സിറ്റിയിൽ നിന്നിട്ട് അപ്പം ഞാനാണെങ്കിലും എൻ്റെ വീടാണെങ്കിലും കുറച്ച് നാട്ടുമ്പുറമാണെങ്കിലും നമുക്ക് ഇങ്ങനെ മല, കാട്, കുന്ന് അങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല. കുറച്ച് വയലൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു പള്ളിയിലേക്ക് പോയി. പള്ളി നല്ല പള്ളിയായിരുന്നു കേട്ടോ, കുറച്ച് അത്യാവശ്യം വലിയൊരു പള്ളിയായിരുന്നു. പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് മാതാവിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ ചെന്ന സമയത്ത് കല്യാണമായിരുന്നു, അവിടെ പള്ളിയിൽ ആരുടെ കല്യാണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല, ജസ്റ്റ് വണ്ടിയിൽ പോയി തിരിച്ചിങ്ങ് വന്നു. കണ്ടോ നിങ്ങൾ ഈ ഒരു റോഡ് കണ്ടോ, ഒരു ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ല, ഇവിടെ ഈ മെട്രോ കാരണം റോഡെല്ലാം പൊളിച്ചിട്ടിട്ട് ഒരു 2-3 വർഷമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു റോഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്കത് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ആ ഒരു സ്ഥലത്തിന്. എന്താ അറിയില്ല, ആ ഒരു എന്താ പറയുക, കൂടുതലും പൈനാപ്പിളും മരങ്ങളും, കൂടുതലും മരങ്ങളാണ് അവിടെ. എല്ലാ സ്ഥലത്തും മരങ്ങളാണ്. കണ്ടില്ലേ, ഇതേ പൈനാപ്പിൾ, ഒരുപാട് പൈനാപ്പിൾ തോട്ടങ്ങളുണ്ട് അവിടെ. ഞങ്ങളാണെങ്കിൽ ഓരോ പൈനാപ്പിൾ തോട്ടങ്ങൾ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഈ പൈനാപ്പിൾ തോട്ടം ഫോട്ടോ എടുക്കാൻ പോയ സമയത്ത് അവിടെ ഒരു അപ്പാപ്പൻ നിൽക്കുന്നു. അപ്പാപ്പൻ നിന്ന് ഞങ്ങളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം അങ്ങ് പോയില്ല. അപ്പം തന്നെ വണ്ടി തിരിച്ചങ്ങ് പോകണം. എല്ലാ സ്ഥലത്തും പൈനാപ്പിളാണ്. ഞാനാണെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പൈനാപ്പിൾ ഉണ്ട്, പക്ഷേ ഇതുപോലെയൊന്നുമില്ല, 1-2 ഒക്കെ അതുപോലെയൊക്കെ കാണത്തുള്ളൂ. പണ്ട് അമ്മ എനിക്ക് കാണിച്ചു തന്നത് ഗവൺമെൻറ് വിളഞ്ഞിട്ടില്ലാത്തൊരു കുഞ്ഞു പൈനാപ്പിൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു അക്വഡക്റ്റ് കാണാനായിരുന്നു പോയത്, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. കാരണം അവിടെ കുറച്ച് പേര് കള്ളു കുടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് നോക്കാൻ നിന്നില്ല. സോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കണ്ടില്ലേ, നല്ല റോഡുകളാണ് അവിടെ, എല്ലാം നല്ല റോഡുകളായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊരു റോഡ് ഞാൻ കണ്ടേയില്ല. ഞാൻ ആ കൺഫ്യൂസ്ഡായി, ദൈവമേ ഞാനിന്ന് കേരളത്തിൽ തന്നെയല്ലേ. അതുപോലെ നല്ല റോഡായിരുന്നു എല്ലാം. സത്യം പറഞ്ഞാൽ വണ്ടിയിൽ കറങ്ങി ഞങ്ങൾ ആ ദിവസം ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ലെന്ന് തോന്നുന്നു. ആകെ തിരിച്ച് വരാൻ നേരത്തെ എങ്ങാണ്ടാണ് ജ്യൂസ് കുടിച്ചത്. അതുവരെ ഞങ്ങളൊന്നും കാര്യമായിട്ട് കഴിച്ചില്ല. ഞങ്ങൾ ആ ഒരു ട്രിപ്പിൻ്റെ വൈബ് പിടിച്ചങ്ങ് പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം ചുമ്മാ കറങ്ങി കേട്ടോ, ഒരാവശ്യമില്ലാതെ അവിടെ കാണാൻ ഇവിടെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ പോയത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് എന്താ പറയുന്നത്, നിറയെ വെള്ളച്ചാട്ടങ്ങളാണ്. ആ തൊടുപുഴ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും വെള്ളച്ചാട്ടങ്ങളാണ്. വെള്ളച്ചാട്ടം ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. ഞങ്ങളെന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം പോയിട്ട് 2-3 വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ ഇടുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരുപാട് ദിവസമായി. എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാത്തത്. കണ്ടില്ലേ, ഒന്നെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ പൈനാപ്പിൾ, ഇതാണ് അവിടെ മെയിൻ. എനിക്ക് ഈ റബ്ബർ ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്ന പറയത്തില്ല, ഒരുപാട് റബ്ബർ കൃഷിയൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് പത്തനംതിട്ട പഠിക്കുന്ന സമയത്ത് റബ്ബറാണെന്ന് എനിക്ക് അറിയത്തുമില്ല. നമ്മൾ ഈ റാന്നിയുടെ സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല ഒരു കാഴ്ചയാണ്. ആ ഒരു വൈബാണ് എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് കിട്ടിയത്. ഇതെന്ന് പറയുന്നൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അവൻ പറഞ്ഞത് സിനിമാക്കാരൊക്കെ കൂടുതലും വരുന്നൊരു വലിയ റിസോർട്ടാണെന്നാണ്. നമ്മൾ ചെന്നപ്പോൾ അവിടെ എന്താണ്ടൊക്കെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് കണ്ടില്ല. സോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്തായാലും നല്ല റിസോർട്ടായിരുന്നു. റിസോർട്ടിനെ അടുപ്പിച്ചിട്ട് കുറച്ചൊരു കാട് വൈബാണ് ആക്ച്വലി അവിടെ എല്ലാം ഒരു കണ്ടോ, ഒരു നാച്ചുറൽ വൈബാണ്. അപ്പോൾ നമുക്ക് അവിടെ സൈഡിൽ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈവനിങ്ങിലൊക്കെ വീടൊക്കെ അടുത്താണെങ്കിൽ വന്നിരുന്ന് ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാം. അപ്പുറത്ത് കനാലെങ്ങാണ്ടാണ് കേട്ടോ, നമ്മളെ പാണ്ടിപ്പട സിനിമയ്ക്കകത്ത് കാണുന്നില്ലേ, ഹരിശ്രീശൊക്കെ ഇരുന്ന് കുളിക്കുന്നത്, അതുപോലൊരു കനാലാണ്.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല റോഡാണ്, എന്താ പറയുക അതിന്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റോഡ് സൈഡും അതേപോലെ തന്നെ അവിടെ ഉള്ള മരങ്ങളും ഉണ്ടല്ലേ. സോ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി എടുത്തു. എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാമറയിൽ അതിൻ്റെ ഒട്ടും ഭംഗി കിട്ടിയിട്ടില്ല. ഇതൊന്നുമല്ല അതിൻ്റെ ഭംഗി. സോ ഒരു നല്ല ഫോൺ വേണമെന്ന് എനിക്കിപ്പോഴാണ് തോന്നുന്നത്. കാരണം പണ്ടാണെങ്കിലും എൻ്റെ അനിയത്തി ഇങ്ങനെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാ ഫോണിന് ഇത്ര ആവശ്യങ്ങളല്ലേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോ ഞാൻ കണ്ടത് എന്ത് ഭംഗിക്കാണ്, ഇപ്പോൾ കാണുന്നത് അത്ര ഭംഗിയില്ല. അതിൻ്റെ 1% പോലും ഭംഗി ഇതിനകത്തില്ല. സോ അത് കാണുമ്പോഴാണ് നമുക്ക് ഫോട്ടോയുടെയും അല്ലെങ്കിൽ വീഡിയോയുടെയൊക്കെ ക്ലാരിറ്റിയുടെയും അതേപോലെ നല്ല ഫോണിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. സോ നിങ്ങളിത് കണ്ടോ, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. ഇങ്ങനെ കണ്ണത്തെ ദൂരത്ത് പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു ഭയങ്കര വൈബ് തന്നെയായിരുന്നു. ഇതുണ്ടോ, ഇതിനാണ് ഞങ്ങൾ പറഞ്ഞത് അക്വഡക്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണിത്. അത് ഞാൻ ഇതിന് മുന്നേ പത്തനംതിട്ട വെച്ചിട്ടാണെങ്കിലും അക്വഡക്റ്റ് കാണാനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കുറച്ചുകൂടെ ഒരു കാടിനുള്ളിലായിട്ടൊരു അക്വഡക്റ്റ്. അധികം വെയിലില്ലായിരുന്നു കേട്ടോ. ആ ഒരു പ്രദേശത്ത് മൊത്തമാണെങ്കിലും അധികം വെയിലൊക്കെ കുറവായിരുന്നു. നമ്മളാണെങ്കിൽ മുക്കിനും മൂലയിലും ഈ പൈനാപ്പിൾ കൃഷി നോക്കി പോവായിരുന്നു കണ്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ പൈനാപ്പിളായിരുന്നു, അപ്പുറത്തെ സൈഡിൽ എനിക്ക് കണ്ടില്ലേ ഒരുപാടുണ്ട്. എല്ലായിടത്തും പൈനാപ്പിൾ, എല്ലാ വീട്ടിലും ഒരു പൈനാപ്പിൾ കൃഷി ഉണ്ടാവും. ഉള്ളത് നല്ല വൈബായിരുന്നു. ഈ ഒരു സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ സിനിമയിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇല്ല. അതായത് നാട്ടിൻപുറമാണ് ഞങ്ങൾ, പക്ഷേ സിറ്റിക്ക് അടുത്താണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വൈബൊന്നും അവിടെ ഇല്ല. ഞങ്ങളാണെങ്കിൽ യാത്രകളൊക്കെ കണ്ട് വെറുതെ കറങ്ങി ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, പക്ഷേ പെട്രോൾ നല്ല രീതിക്ക് പോയായിരുന്നു. ഇത്രപോലെ ഞങ്ങൾ കറങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ സ്ഥലങ്ങളും കാഴ്ചകളും എല്ലാം. എന്തായാലും പറയാൻ എനിക്കറിയത്തില്ല. ഇത് നമ്മൾ നേരത്തെ പോയില്ല, ആ ഒരു പള്ളിയാണ് ഞാൻ പറഞ്ഞത്, ഗീവർഗീസ് പുണ്യാൾ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യം മാതാവിൻ്റെ ഈ പള്ളിയുടെ വേറൊരു സൈഡാണിത് കേട്ടോ, മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു. അത് നല്ലതാണ്. ഇതാ ഞാൻ പറഞ്ഞ വാഴക്കുളത്തിൻ്റെ പൈനാപ്പിൾ സിറ്റി അല്ല, പൈനാപ്പിൾ മാർക്കറ്റ്. ഇവിടെയാണ് കണ്ടല്ലോ ആ ഒരു ലോറി കണ്ടില്ലേ, അതുപോലെ ഒരുപാട് ലോറി വന്ന് കിടക്കും. ഇന്ന് അവധി ആയതുകൊണ്ടായിരുന്നു, അതായത് ഞങ്ങളൊരു സൺഡേ ആയിരുന്നു പോയത്. സൺഡേ ആയതുകൊണ്ടാണ് ഇത് കുറവ്. ഞാൻ അല്ലാതെ ഒരു ദിവസം പോയ സമയത്ത് അവിടെ നിറയെ ആളുകളുമായിരുന്നു. നിറയെ പൈനാപ്പിൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ കണ്ടോ, ആ ഒരു പാറയിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ആ പാറയിലേക്ക് പോകാൻ വേറെ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ ഇവൻ എന്നോട് പറഞ്ഞത് എനിക്കിങ്ങനെ പാറയുടെ താഴേക്കൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്ന ആ ഒരു ഫീല് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവഴിയൊക്കെ കൊണ്ടുവന്നതെന്നാണ് കേട്ടോ. എനിക്കറിയില്ല, നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയത്തില്ലല്ലോ. സോ ഞങ്ങളാണെങ്കിൽ പോകുന്ന വഴിക്ക് എനിക്ക് ആ ഒരു സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ സ്ഥലത്തോട് ഭയങ്കര അഡിക്റ്റായിപ്പോയി. നല്ല വൈബാണ് ആക്ച്വലി അവിടെ. ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. അതുപോലെ നല്ല പ്ലേസ് ആയിരുന്നു. സോ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇതുണ്ട് നമ്മൾ ഈ ഒരു വീട്ടിൽ വലിയൊരു പട്ടി ഉണ്ടായിരുന്നു. എനിക്കവൻ കാണിച്ചു തന്നു. ആ സൈഡിലൊരു വെള്ള കളറിൽ നമ്മൾ റിംഗ് മാസ്റ്റർ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ വലിയൊരു പട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തട്ടായിട്ട് റബ്ബർ കൃഷിയൊക്കെ. നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതായിരുന്നു. നിർത്തിയ സമയത്താണെങ്കിൽ അപ്പുറത്തുള്ളൊരു ആൻറ്റി ഞങ്ങളങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല, അവരുടെ എങ്ങനെ സ്ഥലമായിരിക്കും ഇനി. സോ നമ്മളിങ്ങനെ പാറയ്ക്ക് താഴെ കൂടെയാണ് പോകുന്നതെന്നാണ് അവൻ പറഞ്ഞത്. സൈഡിലൊക്കെ പാറ കാണുന്നില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. എനിക്കറിയത്തില്ലല്ലോ ഏത് സൈഡാണെന്ന്. അപ്പം നമ്മളൊരു ക്യാമറ ആംഗിൾ പിടിക്കുന്നത് ജസ്റ്റ് വണ്ടി പോകുന്ന വഴിക്കായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് എനിക്കത് കിട്ടാതിരുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഉച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. അതായത് പാറ കാണാൻ ഞങ്ങൾ പോയത് നട്ടുച്ചയ്ക്കാണ്. എനിക്ക് തോന്നുന്നു 5 മണിയുടെ ബസ്സിനാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ മുന്നേ ആയിട്ടാണ്, ഒരു 2:30 സമയത്താണ് ഞങ്ങൾ ഈ പാറ കയറുന്നത്. നട്ടുച്ചയ്ക്കാണ് പാറപ്പുറത്ത് പോയെങ്കിലും അത്രയ്ക്കൊന്നും വെയിലില്ലായിരുന്നു. നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ഒരു ചൂട് നമുക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പാറപ്പുറത്താണെങ്കിലും ചൂടുണ്ടായിരുന്നു, ചെറിയ ചൂട് നമുക്ക് ഇരിക്കും. ചില പാറയൊക്കെ ഉണ്ടല്ലോ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലമാകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, പക്ഷെ ഇവിടെ അതൊക്കെ കുറവായിരിക്കും. സോ ഞങ്ങളങ്ങനെ മുകളിലെത്തി. ഈ സ്ഥലം കണ്ടപ്പം എനിക്കാണെങ്കിൽ പാൽത്തു ജാൻവർ
സിനിമയ്ക്കകത്തൊരു പശു വാറ്റടിച്ചിട്ട് കിടക്കുന്ന ഒരു സ്ഥലമൊക്കെ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമ്മളങ്ങ് പൊക്കത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പം നല്ല രസമുണ്ടായിരുന്നു താഴേക്ക് കാണാൻ. ഇവിടെ നിന്നാണെങ്കിൽ ഞാൻ പാറപ്പുറത്തേക്ക് കയറിയത് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ടോ ആ ഒരു എൻ്റെ വാഴക്കുളം സിറ്റി നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നാൽ കാണാം. മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു എന്താ പറയുക, ട്രക്കിങ്ങിന് പോയ അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു കുഞ്ഞു കുഞ്ഞു വഴിയിൽ കൂടെയും അവിടെയൊക്കെ ഭയങ്കര തെന്നലായിരിക്കും മഴക്കാലത്തു നിന്നായിരുന്നാണ് കേട്ടോ അവൻ പറഞ്ഞത്. ഇപ്പം പിന്നെ ഞങ്ങൾ മഴയും അല്ല വെയിലും അല്ലാത്തൊരു സമയത്താണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് ഒരു അധികം സീനില്ലായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് എസ്തറ്റിക് ആയിക്കോട്ടെ എന്ന് വെച്ച് കൈ കൊണ്ടൊക്കെ വകഞ്ഞു മാറ്റിയിട്ടൊക്കെയാണ് നീങ്ങിപ്പോയത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, നല്ലൊരു സ്ഥലമായിരുന്നു. അതായത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാണ് മുകളിലേക്ക് കയറി ചെന്നത്, കിതച്ച് പണ്ടാരടങ്ങിയിട്ടാണ് ഞങ്ങൾ മുകളിലെത്തിയത്. പക്ഷേ മുകളിൽ നിന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറയുന്നത് അത് വേറൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ വലിയ മടിച്ചാണ് ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെ കയറിയെന്ന് എനിക്കിപ്പോൾ നോക്കുമ്പോൾ ഞാനിതൊക്കെ എങ്ങനെയാണ് കയറിയെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വൈബ് പിടിച്ചങ്ങ് കയറിപ്പോയി. ഞങ്ങളാണെങ്കിൽ പാട്ടൊക്കെ പാടിയാണ് അങ്ങ് മുകളിലേക്ക് എത്തിയത്. മുകളിലെത്തിയ സമയത്ത് നമ്മൾ ആദ്യം ചെന്ന് കയറുന്ന ഒരു പാറയുടെ അടുത്താണ് ഈ ഒരു പാറ. നൈസ് വൈബാണ് കേട്ടോ. നല്ലതല്ലേ? സോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്, ആ വഴി വേണം മുകളിലൊരു സ്ഥലവും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് കയറാൻ, ആ സ്ഥലത്തേക്ക് കയറിയ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ഇവിടെ വേനലാവുന്ന സമയത്ത് ഈ പുല്ലൊക്കെ ഉണങ്ങിയിട്ട് ഇവിടെ തീ പിടിക്കുമെന്ന്. കുറച്ച് ആൾക്കാർ പറയുന്നത് അത് ആരോ തീ ഇടുന്നതാണ്, അത് ചിലർ പറഞ്ഞു അതല്ല, അത് നോർമലി അങ്ങ് തീ കത്തുന്നതാണ്, വെയിലിൻ്റെ ചൂടുകൊണ്ട് കത്തുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവർ ഈ കുരിശിൻ്റെ വഴി, നമ്മൾ ദുഃഖവെള്ളി ഈസ്റ്ററിനനുബന്ധിച്ച് കുരിശിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതുവഴിയാണെന്നാണ് പറഞ്ഞത്. കാരണം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു കുരിശുണ്ട്, ഒരു കുരിശ്, അവിടെ ഒരു വെള്ള കളറിൻ്റെ ഒരു കുരിശൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണാൻ പറ്റും. അപ്പം ആ ഒരു അവിടെ ഉള്ള ഒരു കുരിശിൻ്റെ വഴിയൊക്കെ ഇതുവഴിയൊക്കെയാണ് നടക്കുന്നതാണ് പറഞ്ഞത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചോദിക്കാനൊന്നും പോയില്ല. പക്ഷേ എന്തായാലും ഒരു നൈസ് വൈബ് തന്നെയായിരുന്നു ഈ ഒരു പാറ എന്ന് പറയുന്നത്. എന്താ പറയുക, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഞാൻ ഈ പത്തനംതിട്ട പഠിച്ച സമയത്ത് നമ്മളവിടെ ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ചെന്നിരിക്കുകയാണ്. പക്ഷെ അതെന്ന് പറയുന്നൊരു അമ്പലമാണ്, അപ്പം നമുക്ക് എല്ലാവരെയും ഒന്നും കയറ്റി വിടത്തൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒളിച്ചൊക്കെ പോവുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണിത്, നൈസ് വൈബാണ്. പക്ഷെ അത് കുറച്ചൊരു വലുതാണ്, ഒരു ചെറിയ പറയാം, പക്ഷേ കുറച്ച് നല്ല ഭംഗിയുണ്ട്. അതായത് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള വീടുകളും ആ ഒരു എൻ്റെ വാഴക്കുളം ചുറ്റി കാണാമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ പാർക്കാണെങ്കിൽ 2 ഭാഗങ്ങളായിട്ടാണ് ആക്ച്വലി, അതായത് കുഞ്ഞു ഭാഗം അപ്പുറത്ത് വലിയ ഭാഗം. ആ ഒരു ഭാഗത്താണ് ഭീമൻ്റെ കാൽപാദം എന്നൊക്കെ പറഞ്ഞത്. ഭീമൻ്റെയോ രാമൻ്റെയോ ആരുടെ കാൽപാദം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമൊക്കെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു. എനിക്ക് ഭീമൻ്റെ ആണെന്ന് തോന്നുന്നു, അത് ഭീമൻ്റെ കാൽപാദമാണ്. ഇവിടെ പോകുന്ന വഴിക്ക് അവിടെ ചവിട്ടിയെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഭീമൻ്റെയോ ഹനുമാൻ്റെയോ ആരുടെയോ കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലത്. കണ്ടോ ആ കുരിശിലായിട്ട് ഞാൻ പറഞ്ഞത്, അവിടെ വെള്ളക്കുരിശുണ്ടെന്ന് പറഞ്ഞത്, ആ ഒരു കുരിശാണ്. അവിടെ കുറേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എനിക്കൊന്ന് കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് പേര് എഴുതി വെച്ചാണെന്ന് തോന്നുന്നു, അറിയില്ല. അവിടെ കുറേ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് പേരൊക്കെ എഴുതി വെക്കത്തില്ലേ, അതുപോലെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാൽ ആ ഒരു വ്യൂ, അത് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. കാരണം നമ്മൾ അത്രയും ഓടിക്കിതച്ച് വന്നിട്ട് ഈ ഒരു വ്യൂ കാണുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്കെന്നാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ഞാൻ ഇവിടെ നിന്നിട്ടായിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന സമയത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് കുറേ സ്ഥലങ്ങളല്ലേ, എന്താ ആകാശഗംഗയിലെ സ്ഥലമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേതുമല്ല കേട്ടോ, അതേത് പറയാമെന്ന് എനിക്കറിയേയില്ല. അത് പക്ഷേ നല്ല വൈബായിരുന്നു. ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറഞ്ഞു നിന്ന്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ വീട് കാണാമായിരുന്നു. അപ്പോൾ അവൻ്റെ വീടൊക്കെ എനിക്ക് ഇവിടുന്ന് കാണിച്ചു തന്നു. അതാണ് അവൻ്റെ വീട്, അവൻ്റെ കുറച്ചതാണ്. പിന്നെ മറ്റേ തുണി കഴുകുന്ന സ്ഥലം ഇതാണ്, തുണി വിരിച്ചുന്ന സ്ഥലം ഇതാണ്, വീടിൻ്റെ ടെറസ് അതാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതാണ് അപ്പം നമ്മൾ പറഞ്ഞ ആ കുരിശ് കേട്ടോ. എനിക്കറിയില്ല അത് ആളുകളൊന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണോ എന്ന് അറിയില്ല. പക്ഷെ നമ്മളവിടെ കുരിശ് കണ്ടു. അങ്ങനെ അവിടെ മൊത്തത്തിൽ നമ്മളൊന്ന് വീഡിയോ എടുത്തു. പിന്നെ അവനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പ്രശ്നം പറ്റി എന്താ വെച്ചാൽ ഭയങ്കര കാറ്റായതുകൊണ്ട് കാറ്റല്ലാതെ വേറെ ഒന്നും ആ വീഡിയോയിൽ കേൾക്കാനില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അതങ്ങ് ഒഴിവാക്കി. പാവം, എനിക്ക് വിഷമായി. കാരണം അവൻ അത്രയും ഫ്രം ദ ഹാർട്ട് സംസാരിച്ചായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കാൽപാദം കേട്ടോ. എനിക്ക് തോന്നുന്നു ഭീമൻ്റെയോ ഹനുമാൻ്റെയോ രാമൻ്റെയോ ആരോ ഈ മൂന്നിൽ ആരെയോ ആണ് അവൻ പറഞ്ഞത്. എനിക്കൊന്ന് ഭീമൻ തന്നെയായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ ഇതാണ് ഭീമൻ്റെ കാൽപ്പാദം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ആ ഒരു പ്രകൃതി ഭംഗിയുടെ വീഡിയോസും കാര്യങ്ങളും, ഇതൊക്കെ നൈസ് വ്യൂ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ നേരത്തെ കണ്ട സ്കൂളിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാമായിരുന്നു. പള്ളികളും എല്ലാം കാണാമായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് തിരിച്ചു പോന്നു. തിരിച്ച് കയറുന്നതിനെക്കാട്ടും പാടായിരുന്നു കേട്ടോ ഇറങ്ങാൻ വേണ്ടി. എന്നാലും നമ്മൾ ഇറങ്ങി. അങ്ങനെ ഒരു ദിവസം തീർന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ജ്യൂസ് കുടിക്കാൻ കയറിയത്. ലാലാലാൻഡിലായിരുന്നു കയറിയത്. നൈസായിരുന്നു കേട്ടോ. ലാലാലാൻഡിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ തൊടുപുഴയ്ക്ക് പോയ സമയത്ത് എങ്ങോട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു ഏസ്തറ്റിക് വൈബാണ് കേട്ടോ ഇവിടെ. ഞാൻ എന്തായിരുന്നു കഴിച്ചത് ഞാൻ മറന്നുപോയി. ഒരു എന്തായിരുന്നു മറന്നുപോയി കേട്ടോ. ഒരു ഷെയ്ക്കാണത്, ഒരു ജ്യൂസും, ഫ്രഷ് ജ്യൂസും. സോ അതൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നമ്മൾ KSRTCയിലാണ് വന്നത്. സോ KSRTCയിൽ കയറി സമയത്ത് നല്ല ബ്ലോക്കായിരുന്നു, നല്ല മഴയും. സോ അത്രയും നേരത്തെ ആ ഒരു ചൂടിൻ്റെ മഴ നമുക്ക് സമാധാനമായിട്ട് തന്നു. സോ അങ്ങനെ അന്നത്തെ ഒരു ദിവസം അവിടെ അവസാനിച്ചു.